ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജംഷാദ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആളുകളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതായത് നമ്മളെ അഞ്ജുവിന്റെ ഫാമിലിയാണ്. നമ്മളെ വൈഫ് അഞ്ജു. ഇതാണ് അഞ്ജുവിന്റെ പപ്പ. ഹായ് പപ്പേ. പപ്പ മുന്നിലിരുന്ന് ഞങ്ങളെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുകയാണ്. ഇതാണ് അഞ്ജു. ഫോണ് വാങ്ങ്. ചക്ക മറ്റേ പറയ്. Hello guys, Assalamualaikum. It's me Shifa and Jabin family. It's me Shifa and family ആണ്. ദാ ചിന്നുനെ കണ്ടോളൂ guys. ചിന്നുണ്ട്. ചിന്നു ഒളിച്ചിരിക്കാണ് guys. ചിന്നു തിരി. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് അമ്മ? നമ്മൾ ബീച്ചിൽ പോകാണ്. ബീച്ചിൽ പോവാ. നമ്മളെല്ലാരും കൂടെ ഇന്ന് ബീച്ചിലേക്ക് പോവുകയാണ്. അതെ guys. നമുക്കൊരു 20 ദിവസം ആയിക്കോട്ട് ഇന്ന് ബീച്ചിലേക്ക്. ഞങ്ങളിപ്പോ പോകുന്നത് നമ്മളെ ബീച്ചിലേക്കാണ്. നമ്മളെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവാ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളിപ്പോ പോകുന്നതിന്. അതായത് ബീച്ച് പുതുക്കി പണിത് മറ്റേ സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഞങ്ങള് പിന്നെ ആദ്യമായിട്ടാ പോണത്. ഞങ്ങളല്ല, അഞ്ജുവിന്റെ ഉമ്മ, ഉപ്പ, പിന്നെ ചക്കു, ചിന്നു. ചക്കുവിനെ എല്ലാരും കണ്ടില്ല. ഈ ഷിഫ, ഇറ്റ്സ് മീ ഷിഫ എന്ന് പറഞ്ഞ ആളാണ് ചക്കു. പിന്നെ ആൻഡ് ഫാമിലി പെട്ട ചിന്നുനെ കാണുന്നുണ്ടോ? അതാണ് ചിന്നു. പിന്നെ അഞ്ജുവിന്റെ ഉമ്മ എല്ലാരും ഉണ്ട്. എല്ലാരും ക്യൂട്ട്നെസ് വാരി വിതർന്ന ആൾക്കാരാണ് ഗൈസ്. അഞ്ജു, എനിക്കിപ്പോ പറയാനല്ലേ, നീ എന്റെ മിനി ബ്ലോഗിൽ എന്തൊക്കെ പറയലുണ്ടല്ലോ. പറയേ അഞ്ജു, പറയേ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്നോട് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ടൈം എടുക്കുന്നതാണ്. നമ്മളെ ഷൈകളായതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് സംസാരിക്കുകയുള്ളൂ. പപ്പ രണ്ട് വാക്കുകൾ പറയൂ പപ്പേ. എന്റെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ ബാക്കി. നമ്മളെ കാറിന്റെ ഉള്ളിൽ വേറെ ഒരു മിനി വ്ളോഗേഴ്സ് ഉണ്ട്, അഞ്ജു ആൻഡ് ഷഫി. എന്തായാലും ഷിഫ, സോറി പേര് ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും. നമ്മൾ നിങ്ങളെ ഇതിൽ പറയും. Hello guys, welcome back to our channel. Hello guys, Assalamualaikum. It's me Shifa and Jabi. പരിഷ്കാരി ഷിഫയാണ്. അതെ, പരിഷ്കാരി ഷിഫയാണ് ഗായ്സ് ഞങ്ങളെ കൂടെ ഉള്ളത്. പിന്നെ ദാ ചിന്നുണ്ട്, മമ്മിയുണ്ട്. ചിന്നു ഹായ് പറ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മളെ കൂടെ വേറൊരാൾ കൂടി വരാൻ ഇരുന്നിരുന്നു, ഞങ്ങളെ അമ്മമ്മ. പക്ഷെ അമ്മമ്മക്ക് സാങ്കേതിക അവിടെ വെച്ചോ. അപ്പൊ നമ്മള് കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. ആദ്യം നമ്മള് നിക്ഷാനിലൊന്ന് പോകുന്നുണ്ട് ഗൈസ്. സോ നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക, എന്റെ ഹസ്ബൻഡ് വണ്ടി ഓടിച്ച് ഞങ്ങളെ ബീച്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോകാണ്. മുന്നിൽ പിന്നെ പപ്പയുണ്ട്. പപ്പ ഹായ് പറയും, ഇങ്ങോട്ട് നോക്ക്. ഹായ് കൊറേ പറഞ്ഞു. ബീച്ച് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? കടമുട്ടാണോ, കല്ലുമക്കായി ആണോ, ഗ്രീൻ പീസ്? അഞ്ജുവിന് ഗ്രീൻ പീസ്, ചക്കുവിന് കാടമുട്ട, ചിന്നുവിനെന്താ? ചിന്നു അവിടെ വിളിച്ചൊക്കെയാണ്. ചിന്നുവിന് കാടമുട്ട. പപ്പക്ക് എന്താ ഇഷ്ടം? എന്തായാലും പ്രശ്നമില്ലാത്ത ഒരാളാണ്. നിങ്ങൾക്കോ? ഉമ്മക്ക് എന്താ ഇഷ്ടം? അപ്പൊ ഇതിലേക്ക് മനസ്സിലാവുന്ന പ്രായം കൂടുന്നതനുസരിച്ച് എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളെ ഓക്കെ ആയിരിക്കും. അങ്ങനെയാണോ? സഹകരണന് ഇവിടെ ഫാൻസ് ഒക്കെ ഉണ്ട്. സഹകരണം എന്ന് പറയുന്നത് മിഞ്ഞാന്ന് നമുക്ക് പിന്നെ KFC ഒക്കെ വാങ്ങി തന്ന് ഗൾഫിൽ പോയ ചങ്ങായിയാണ്. ബ്രോ, ഇത് KFC ഒക്കെ വാങ്ങി തന്ന് ഗൾഫിൽ പോയി
നമ്മളെ വ്ളോഗൊക്കെ കണ്ട് കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഓനെ ഇവരെല്ലാവർക്കും പരിചയം ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബീച്ചിൽ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അഞ്ജുവിന്റെ പപ്പക്കും മമ്മിക്കും ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഓക്കെ, ആടുന്ന് കാണാം. ടാറ്റാ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാരും ഷോപ്പിങ്ങിന് വന്നതാണ്. ഏതാണുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. ലിഫ്റ്റിന് കാത്തിക്കാനുള്ള സമയമായിട്ട് ഞങ്ങൾ നടന്ന് കോണിയൊക്കെ കയറി ഇങ്ങനെ പോവാ. നമ്മളെ ഇതേടാനു നിക്ഷാൻ കാലിക്കറ്റ്. ഇവിടെ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ നന്ദിലത്ത് ജി മാർട്ടിന്റെ അടുത്തല്ലേ, പുതിയ നന്ദിലത്ത് ജി മാർട്ടിന്റെ അടുത്തായിട്ട് ഭയങ്കര ഷോപ്പിങ്ങിലാ. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇനി പുതിയത് മതിയോ, പഴയതൊന്നും വേണ്ട. പഴയതൊക്കെ എടുത്തെറിയാൻ പോവാ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പേരയിൽ ചായ ഉണ്ടാക്കുന്ന പാത്രം പഴയതായിപ്പോയി. അപ്പം ഞമ്മക്കൊരു പുതിയ ചായപാത്രം വാങ്ങാം. ഇടല്ലേ ഇടാം. അപ്പം പുതിയ ചായപാത്രം വാങ്ങാം. ഇതല്ല, നോൺ സ്റ്റിക്ക് ആടാ. അഞ്ച് ഏതാ അല്ലേ? സ്റ്റീലാണോ നോൺ സ്റ്റിക്കാണോ? നോൺ സ്റ്റിക്ക് ഏതാ നല്ലേ? ആണ് ചായപാത്രം വാങ്ങാണ്. അഞ്ചിനൊരു ചായപാത്രം കിട്ടി. 1800 റുപ്യ ചായ. 1200 ഒന്നും വേണ്ട, ഒരു ചായപാത്രത്തിന് 1200 റുപ്യ. ഞാൻ താമരശ്ശേരിന്ന് വാങ്ങിക്കണം. മറ്റേത് റേറ്റ് കുറയ്യ. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട്. നോൺ സ്റ്റിക്കാണോ മറ്റേതാണോ നല്ലത് എന്ന് എനിക്ക് അറിയൂല. അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറഞ്ഞു കേട്ടോ. ഏതെടുത്ത് നോൾട്ട. അങ്ങനെ ഫൈനലി ഞങ്ങൾ നോൾട്ട വാങ്ങി. അടുക്കള ഒരു കൊട്ടാരമാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇവർ നോൾട്ട പർച്ചേസ് ചെയ്ത് അടുത്ത സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാ. അടുത്ത സാധനം എന്താ പർച്ചേസ് ചെയ്ത്? വെള്ളപ്പച്ചട്ടി. ഓക്കെ, ഇനി നമുക്ക് വെള്ളപ്പച്ചട്ടിയിലേക്ക് കിടക്കാം. ഏതാണ് നല്ല വെള്ളപ്പച്ചട്ടി ചിന്നു? അത് നോൾട്ടൻ ആയിക്കോട്ടെ. ഇനി കൊട്ടാരാട്ടോ അടുക്കള. അഞ്ചിന് നല്ല ക്യൂട്ട് കപ്പ കിട്ടിയിരിക്കുന്നു. അഞ്ചിന് പൊട്ടിക്കുക. ഇവിടെ നല്ല ക്യൂട്ട് കപ്സ് ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. പക്ഷെ റൈറ്റൊക്കെ കുറച്ച് കൂടുതലാന്ന് തോന്നുന്നുണ്ട്. ചക്കുവിനും അഞ്ചിനും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇന്ന് കിട്ടുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇതാണോ? ഇത് വാങ്ങി തരാൻ പറയും ഉമ്മിനോട്. സംസവെള്ളല്ല, ഒക്കെ വേറെ സാധനങ്ങളെ കുടിക്കുന്നതാ. അതൊന്നും കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിരയായിട്ട് ഒരുപാട് ഗ്ലാസുകൾ. ഇനി കളർ ടി വി, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. ടി വി വാങ്ങാൻ പോകാൻ തോന്നുന്നു. നടക്കട്ടെ. കാറുകളും സ്റ്റിക്കറുകളൊക്കെ ഉള്ള ടി വി ഉണ്ട്. സീന്. യെസ്, അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഉപ്പയും ചക്കും ചിന്നവും. ഞാൻ ഷോപ്പൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പേര് നിക്ഷാൻ. ഇതാണ് നിക്ഷാൻ. തിരിച്ച് കാണിച്ചു തരാം. ഇതാണ് നിക്ഷാൻ. നമ്മളെ കാറതാ വരുന്ന. ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആട്ടോ. കാറൊക്കെ ഓരെ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് തിരിച്ച് പോലെ തന്നെ കൊണ്ടുത്തരും. ഇതാണ് നമ്മളെ കാർ. ഓക്കെ അവിടെ വെച്ചോളൂ, എടുത്തോളാം. കാറ് വന്നു. അപ്പം നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, വാ നമ്മളെ സാധനം എടാ, സാധനം കിട്ടിയില്ലേ? ഇവര് കുറേ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് നല്ല ഓഫറൊക്കെ കിട്ടിയോ? ഡിസ്കൗണ്ട് കിട്ടിയോ? കിട്ടിയോ? കിട്ടിയെന്നൊക്കെ പറയുന്നത്. നല്ല മെഗാ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടി. ഞങ്ങൾ ഹാപ്പി ആയോ? നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയോ? അടുക്കളയിലേക്ക് മമ്മി ആയിക്കില്ലേ ഹാപ്പി ആയി ഉണ്ടാവുക? എനിക്കിങ്ങനൊന്നും വാങ്ങി തന്നില്ലല്ലോ. ഇവിടുന്ന് എനിക്ക് ഞാൻ എന്താ വാങ്ങി തരണ്ടേ? അപ്പം കപ്പും സൈസറോ? അത് നമ്മക്ക് ഗൾഫിൽ നിന്ന് വാങ്ങാം. അപ്പൊ നമ്മൾ പോവാ, ബീച്ചിൽ പോവാ. കയറി നമ്മൾ വന്നത് ഞായറാഴ്ച ആയത് കൊണ്ടും ഈ രാത്രി സമയം ആയത് കൊണ്ടും നല്ല ബ്ലോക്കാ. ഇനി നമ്മള് ടൗണിൽ നിന്ന് ബീച്ചിലെത്തുമ്പോഴേക്ക് നല്ലൊരു ടൈമാവും. ഞങ്ങൾ ഗോകുലം മാളിന്റെ മുന്നിലെത്തിയതാണ്. നമ്മളെ ഗോകുലം മാൾ കാണുന്നില്ല എന്ന് തോന്നുന്നു. മാക്സ് മാത്രമേ കാണുന്നുള്ളൂ, ഗോകുലം മാൾ കാണുന്നില്ല. ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ പോവുക. അച്ഛൻ എവിടെ വലിയ തീയൊക്കെ കത്തിച്ച് എന്തോ സ്ട്രൈക്കൊക്കെ ചെയ്യുന്ന എന്തായിക്കല്ലോ. പാർട്ടി പറയുന്നില്ല. എന്തായാലും പാർട്ടി ഞങ്ങളെ നോക്കലില്ല. ആനവണ്ടി, ആനന്ദവണ്ടി അല്ലേ, ആനവണ്ടി എന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ബീച്ചിന്റെ സൈഡിൽ മറ്റേ ചന്ത ഉണ്ട്. എന്ന് പറഞ്ഞാലും ആകാശത്തോണിയും പരിപാടിയും എല്ലാം ഉള്ള, അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്, ഗെയിംസ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ തുള്ളിച്ചാടി രസിച്ച് കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്കും തുള്ളിച്ചാടാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ചെറിയ കുട്ടികളായിട്ട് കയറ്റും. അതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലം വേണ്ടാന്ന് വെച്ച്. നല്ല ഗ്രീൻ പീസ്, സ്പൈസി ഗ്രീൻ പീസ് ആട്ടോ. ഓ സീന്. ഇവിടെ നമ്മളെ ഇത് തീർന്നായി, ഫ്ലവറായിരുന്നു. അങ്ങോട്ടൊക്കെ നമ്മൾ നല്ല ചായയും കടിയൊക്കെ തിന്ന് ബീച്ചിൽ ഇപ്പോൾ വരുമ്പോൾ ആദ്യത്തെ പോലെ അല്ല, ആദ്യം ചായയും കടിയൊക്കെ തിന്നിട്ടാ ബീച്ചിലേക്ക് ഇറങ്ങുക. അല്ലേ മമ്മി? പുതിയ ബീച്ച് ഇഷ്ടമായോ? നിങ്ങൾ കണ്ടില്ലല്ലോ, ആദ്യമായിട്ടാണല്ലേ? പുതിയ ബീച്ചല്ലേ? നിങ്ങൾ പുതിയ ബീച്ച ഇഷ്ടമായി? ചിന്നൊക്കെ ഏത് ബീച്ച ഇഷ്ടമായി? അടിപൊളിയാ? ഇപ്പോഴത്താണ് എല്ലാവർക്കും ഇഷ്ടമായത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പഴയതായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. ഈ വീഡിയോയിൽ പുതിയതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ ഇങ്ങോട്ടൊന്നും പോന്നില്ല. നമ്മൾ അവിടുന്ന് ചായയും കുടിച്ച് പോയി, ബീച്ചിലേക്ക് വന്നില്ല. ഇവിടെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്, കാറുകളുണ്ട്. ഇവിടെ മറ്റേ എറിഞ്ഞ് മറ്റേ സമ്മാനം കിട്ടുന്ന ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ ഒരു ഗെയിം കളിച്ചോക്കല്ലേ? ഓ ആദ്യത്തെ ബോൾ ഇതാ. എത്ര പോയിന്റ്? 2 പോയിന്റുമായി 5. ഈ ചീപ്പ് സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. 50 രൂപന്റെ 6 ബോൾ. 6 ബോളിന് പോയിന്റില്ല. ഓ എമ്മക്കും പോയിന്റ് കുറവാണ്, പോയിന്റില്ല. ചേട്ടൻ നോക്കുന്നുണ്ടോ? എന്തെങ്കിലും എന്താ അവർക്ക് കൊടുക്കുക? ഒന്നുമില്ലേ? ഇതിനോ സ്റ്റാർട്ടിങ് 18 പോയിന്റ് വേണം. ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല. പപ്പക്ക് എന്തോന്നുണ്ട്. ഈ കാസിക്കുഞ്ചേട്ട് ഇത് നമ്മുടെ വിജയം. 18 റുപ്യന്റെ കാസിക്കുഞ്ചി, ഇത് നമ്മുടെ വിജയം. ഇത് നമ്മുടെ വിജയം. യെസ്, 18, 50, 100 റുപ്യ. അടുത്തതായി ഞാനറിയാൻ പോവുകയാണ്. നമുക്ക് എനിക്കൊന്നുമില്ല, ഞാൻ പാളി. എനിക്കൊന്നുമില്ല. അപ്പം എനിക്കും എന്റെ ഭാര്യക്കും ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരു പാട്ടയും ഇവിടെ ബീച്ചിലവിടെ കൊത്തിരുന്നോ പാട്ടയും ഇതും പിടിച്ചിട്ട്. ഇതില് കിട്ടുന്ന പൈസ ഇതിലിടുക. അപ്പൊ 200 റുപ്യ പോക്കി ഒരു പാട്ടയും ഒരു കാസി കുഞ്ചിയും കിട്ടിയിട്ടുണ്ട്. 200 റുപ്യക്ക് 50 റുപ്യന്റെ മുതല്. അല്ല അതെന്താ നമ്മ എറിയുന്നതോ? ഇത് കണ്ടില്ലായിരുന്നു. ഇത് പോയി നോക്കാം. ഇത് വളരെ ആവേശകരമായ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്.
ഹോർലിക്സ് ബിസ്ക്കറ്റ് 50 റുപ്യൻ്റെ പറഞ്ഞാല് 10 റുപ്യൻ്റെ ബിസ്ക്കറ്റ് കിട്ടും. ഭയങ്കര ലാഭമാണ്. എല്ലാവരും വന്ന് പറഞ്ഞോളെ. ബീച്ചിൽ വന്നിട്ട് കടല് കാണാണ്ട് പോകുന്നവരാണ് പല ആൾക്കാരും. ഞങ്ങളും അതിൽപ്പെട്ട ആൾക്കാരാണ്. നമ്മളെ ബേക്കിൽ കൂടി അതാ ആരോ പോണ. ആരാ അത്? ഓ മൈ ഗോഡ്, അതാ വരുന്ന വീഡിയോയില് കണ്ട അൽ കുതിര കേട്ടോ, വെറും കുതിര. ഇനി നമുക്ക് ഒട്ടകത്തിനെ കാണാൻ പോകാം. കുതിര ഒട്ടകോ? ഇതിലേതാ? ഒന്ന് ഞാനാണോ ഒന്ന് ഇങ്ങ? ഇതിലേതാ ഞാൻ പറഞ്ഞു? ഏതാ ഞാനേതാ? ഞാൻ കുതിരയാണെങ്കിൽ ഒട്ടകം. ഇതാണ് 5 ഒട്ടകം. അപ്പൊ നമ്മൾ ഒട്ടകത്തിനെ കാണാൻ പോകുന്നതാണ്. അപ്പൊ ആർക്കാ ഒട്ടകത്തിനെ തൊടാൻ ആഗ്രഹം? ചക്കുവിന് ഒട്ടകത്തിനെ തൊടാൻ ആഗ്രഹമുണ്ട്. അഞ്ചു, അപ്പൊ ഒട്ടകമായിട്ട് എനിക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോ? 5 ഒട്ടകമാണ് അത്. അഞ്ജുവിന്റെ സ്വന്തം ആളാണ്. ഒട്ടകം അഞ്ജുവിനെ തന്നെ നോക്കിയിരിക്കേണ്ടതാ. ഒട്ടകം അഞ്ചു ഒട്ടകം, ഒട്ടകം അഞ്ചു ഒട്ടകം. അങ്ങനെ ഇതാ ഒരാൾ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്നു. ഒരു മോൻ. ഓന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം. ഓ, സുവർണ പുഞ്ചിരി ലിപികളാൽ എഴുതി വെച്ച സന്തോഷമാണ്. അവനെക്കാട്ടിൽ സന്തോഷം അവൻ്റെ ഒപ്പം ഇരിക്കുന്നതിന് അവൻ്റെ വാപ്പാൻ തോന്നുന്നുണ്ട്. നല്ല ഒട്ടകത്തിന്റെ കുണ്ടി. അതാ അങ്ങനെ ഒട്ടകം സവാരി അടിക്കുന്നു. ഓ, അഞ്ജുവിന്റെ ഉപ്പതാ ഒട്ടകത്തിനെ തൊട്ട് നിൽക്കുന്നു. അഞ്ജുവിന്റെ ഉപ്പയോ അപ്പുറത്ത് വേറെ ഒരു മോളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒട്ടകത്തിനെ തൊട്ട്. ഈ പീഡിയ മൊത്തം വിലക്കെടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പപ്പ. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നു തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു. മാറി നിന്ന് ഉപ്പിലിട്ട് വാങ്ങുന്നുണ്ട്. ചേട്ടാ, ഒരു ഉപ്പിലിട്ടത് അല്ല, ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടത്. യെസ്, അത് തന്നെ. ചിഹ്നം ഇതല്ലടാ, കുറച്ച് വലുതെടുക്കടാ. ഓനെ കിട്ടിയതെടുത്ത പൊടിയുന്നു. എനിക്ക് മാങ്ങ. പപ്പ എനിക്ക് മാങ്ങ വാങ്ങി തരുന്നുണ്ട്. പപ്പയെ മാങ്ങ തരി. പപ്പയെ എന്തേ കണ്ണ് നിറച്ചോ? അപ്പൊ നമ്മൾ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ബീച്ചിന്റെ ഓപ്പോസിറ്റ് തന്നെയാണത്. ഞങ്ങളെല്ലാരും ഇങ്ങോട്ടെത്തി. ചിന്നുണ്ട്, ചക്കുണ്ട്, എല്ലാരും യന്ത്രനാലും കയറാൻ പോവാണ്. അല്ലേ, ഞാൻ കയറൂല, ഡൊക്കി പേടിയാ. അമ്മ, നിങ്ങൾ യന്ത്രനാലും കയറുന്നുണ്ടോ? പേടിയുണ്ടോ കയറാൻ? ഇല്ല. പേടിയാ? നമ്മക്ക് പിന്നെ ഭയങ്കര ധൈര്യശാലികളായതുകൊണ്ട് നമ്മക്ക് പിന്നെ അതിനെ കയറേണ്ട ആവശ്യമല്ല. ആട്ടും ഇങ്ങോട്ടും നടന്നും കണ്ടും ഒക്കെ ഞങ്ങൾ തിന്ന് ക്ഷീണിച്ച് ഞങ്ങൾക്കൊരു ബെഞ്ച് കിട്ടിയിരിക്കാൻ. നോക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ ഒരു ബെഞ്ച് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല അടിപൊളിയായി. അങ്ങനെ അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് പപ്പ ഞങ്ങളെ മുന്നിൽ വഴി മാറിടാ മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ട് റോഡൊക്കെ മുറിച്ച് ഞങ്ങളെ മുന്നിൽ നടന്ന് തക്കാരത്തിലേക്ക് പോവുക. തക്കാരത്തു നിന്നാണ് ഇനി നമ്മളെ ഫുഡടി പരിപാടി, ഡിന്നർ എല്ലാം ഇനി തക്കാരത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ തക്കാരത്തിലെത്തിട്ടോ. നിങ്ങളിവിടെ ഒരു തക്കാരം തന്നെയാണ്. ഇവിടുത്തെ മെനു ഒക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. സംഭവം സാധാ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തന്നെ ആണെങ്കിലും ഒരു തക്കാരം പോലെ തന്നെ വെറൈറ്റി നമ്മളെ കോഴിക്കോടൻ സ്പെഷ്യൽ ഐറ്റംസ് ആണ് മൊത്തം. ചിക്കൻ മുഷ്മൻ ചിക്കൻ ആട്ടോ അതിൻ്റെ പേര്. പിന്നെ ഇതാ ചെമ്മീൻ, ഇതിൻ്റെ പേര് ബേപ്പൂർ രാജാ കൊഞ്ച്. എന്താ ചേട്ടു? ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്ക് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്.
എല്ലാരെയും പോലെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ക്ഷീണിച്ചിട്ടല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എല്ലാരും ഫുൾ പവറാണ്. പവറാക്കെ പാട്ടിട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും. കോപ്പിറൈറ്റ് ഇല്ലാതെ ഞങ്ങൾ പവർ ഹൗസ്. പപ്പ പവർ അല്ലേ? മമ്മി പവറല്ലേ? അപ്പൊ എല്ലാരോടും ടാറ്റാ ബൈ ബൈ.